ഹായ് കൂട്ടുകാരെ, മോംസ് മാജിക്കിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഗർഭകാലത്തിൻ്റെ 6ാമത്തെ ആഴ്ചയിൽ അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടാകുന്ന മാറ്റങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് ശരിക്കും ഫീൽ ചെയ്യുന്ന ഒരു ടൈമാണ് ഈ 6ാമത്തെ ആഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കുഞ്ഞിൻ്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുഞ്ഞുങ്ങളുടെ അവയവങ്ങളുടെ വളർച്ച വേഗത്തിലും കണ്ണ്, ചെവി ഒക്കെ കഴിഞ്ഞ ആഴ്ചയേക്കാൾ കൂടുതൽ ക്ലിയറായും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ മസിൽസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഒക്കെ വളരാൻ തുടങ്ങുന്നതും ഈ 6ാമത്തെ ആഴ്ചയിലാണ്. കൈകാലുകളും ചെറിയ രീതിയിൽ നമുക്ക് കാണാൻ 100 മുതൽ 150 വരെ ആയിരിക്കും ഓരോ മിനിറ്റിലും കുഞ്ഞുങ്ങളുടെ ഹൃദയമിടിക്കുന്നത്. ചെറിയ ഉടലും വലിയ തലയുമായിരിക്കും ഈ സമയത്ത് കുഞ്ഞുങ്ങൾക്കുണ്ടാവുക. ഈ ഒരു ടൈമിലാണ് ഭ്രൂണം, അതായത് കുഞ്ഞ് ചലിക്കാൻ തുടങ്ങുന്നത്. കുഞ്ഞിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് C ഷേപ്പിലായിരിക്കും. പിന്നെ സൈസ് എന്ന് പറയുന്നത് മാതള നാരങ്ങയുടെ അല്ലിയുടെ അത്രേ കാണത്തുള്ളൂ. പിന്നെ ലെങ്ത് എന്ന് പറയുമ്പോൾ 0.13 ഇഞ്ചാണ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയുമാണ് കുഞ്ഞിനുണ്ടാകുന്ന വ്യത്യാസങ്ങൾ. ഇനി അമ്മമാരിൽ കാണിക്കുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പലർക്കും ഈ 6ാമത്തെ ആഴ്ചയിലാണ് പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങുന്നത്. മുമ്പുള്ള വീക്കിൽ പറഞ്ഞ ലക്ഷണങ്ങൾ തന്നെയാണ് ഈ വീക്കിലും കാണിക്കുന്നത്. എന്നാൽ ഹോർമോൺ പ്രൊഡക്ഷൻ ഈ സമയത്ത് കൂടുതലായിരിക്കുന്നതിനാൽ ക്ഷീണവും തളർച്ചയുമൊക്കെ കൂടുതലായിരിക്കും. പിന്നെ ബ്രസ്റ്റ് പെയിൻ കൂടുതലായിരിക്കും, ബ്രസ്റ്റ് സൈസ് കൂടിയിരിക്കും. പിന്നെ ഈ സമയത്ത് നെഞ്ചരിച്ചിൽ കൂടുതലായിരിക്കും, കാരണം ദഹനം നന്നായി നടക്കാത്തത് കൊണ്ടാണ്. പിന്നെ വയറുവേദന, ഛർദി, ഓക്കാനം, പിന്നെ ചെറിയ രീതിയിൽ സ്പോട്ടിംഗ് ഒക്കെ കാണാറുണ്ട്. ഈ ടൈമിൽ ഈ അസ്വസ്ഥതകളൊക്കെ ഉള്ളതുകൊണ്ട് ഉറക്കക്കുറവ് വളരെ കൂടുതലായിരിക്കും. അതിനാൽ തന്നെ കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം പകൽ ഉറങ്ങാതെ രാത്രിയിൽ ഉറങ്ങാൻ ശ്രമിക്കുക. രാത്രിയിൽ കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക. അത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നാറുണ്ട്. പിന്നെ ക്ഷീണം കാരണം നമുക്ക് എപ്പോഴും കിടക്കാൻ തോന്നും. ഇതൊക്കെയാണ് ഈ ടൈമിൽ അമ്മമാരിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ചെറിയ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കുക, കാരണം ചിലർക്ക് വയറിൽ ഗ്യാസ് കെട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക, അത് ഡീഹൈഡ്രേഷനിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നു. ഈ ടൈമിൽ ചെറിയ രീതിയിലുള്ള വയറുവേദനയൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ബ്ലീഡിങ്ങോ വലിയ രീതിയിലുള്ള വയറുവേദനയോ ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കാണിക്കണം. പിന്നെ പ്രീനേറ്റൽ വൈറ്റമിൻസ് ഒക്കെ കഴിക്കണം. ചില ആളുകൾ സ്പെഷ്യലായിട്ട് റെസ്റ്റ് എടുക്കണമെന്നുള്ള കേസുകളൊക്കെ ഡോക്ടർ പറയും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരമാവധി റെസ്റ്റ് എടുക്കുക. പിന്നെ സെക്ഷൽ കോണ്ടാക്റ്റ് ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ഈ ടൈമിൽ നല്ലത്. ഭാരമേറിയ വസ്തുക്കളൊന്നും എടുക്കരുത്. ഇനി സ്കാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗസ്റ്റേഷണൽ സാക്കും, യോക്ക് സാക്കും, ഫീറ്റൽ പോളും അതുപോലെ ഹാർട്ട് ബീറ്റൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും ഈ 6ാമത്തെ ആഴ്ചയിൽ. ഈ 6ാമത്തെ ആഴ്ച മുതൽ ഏത് വീക്കിൽ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്താലും പോസിറ്റീവായിട്ട് തന്നെ കാണിക്കും. കാരണം യൂറിനിലും ബ്ലഡിലും HCG ലെവൽ കൂടുതലായിരിക്കും. 200 മുതൽ 32,000 മില്ലി ഇൻ്റർനാഷണൽ പെർ മില്ലി യൂണിറ്റ് ആയിരിക്കും HCG ലെവൽ എന്ന് പറയുന്നത്. പിന്നെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫൈബർ അടങ്ങിയ ഫുഡ് കഴിക്കുക, കാരണം ദഹനം ശരിക്കും നടക്കാത്തത് കൊണ്ട് മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ പാല്, മുട്ട, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഒമേഗ 3 അടങ്ങിയ മത്സ്യങ്ങളൊക്കെ ഫുഡിൽ മെനുവിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ ഫുൾ കുക്ക് ചെയ്ത ഫുഡ് മാത്രം കഴിക്കുക. ജങ്ക് ഫുഡ് ടോട്ടലി ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ അധികം ടെൻഷൻ അടിക്കാതിരിക്കുക. ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി ഞാനൊരു ട്രിക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാം. 9 മാസം കഴിയുമ്പോൾ നമ്മുടെ കയ്യിലോട്ട് കിട്ടാൻ പോകുന്ന ആ കുഞ്ഞ് രാജകുമാരൻ അല്ലെങ്കിൽ ആ രാജകുമാരിയുടെ മുഖം ഒന്ന് സങ്കല്പിച്ചാൽ മതി. ഉറപ്പായിട്ട് നമ്മുടെ ടെൻഷനൊക്കെ മാറി ഹാപ്പിനെസ് നമ്മുടെ മനസ്സിലും മുഖത്തുമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഓരോ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അടുത്ത 7th വീക്കിലെ വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ.